അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 47 മുതൽ സമർപ്പണ ശ്ലോകമായ 67 ശ്ലോകം വരെ ഇപ്പോൾ പാരായണം ചെയ്യണു. അതിനുശേഷം ഭാഷാഗാനം, തുടർന്ന് പ്രഭാഷണം. വ്യാസ ഉവാച പഠപുത്രമഹാഭാഗാമയാ ഭാഗവതം കൃതം ശുഭം ന ചാതി വിസ്തീർണം പുരാണം ബ്രഹ്മസംഹിതം സ്കന്ധാ 12 തത്രൈവ പഞ്ചലക്ഷണസംയുതം സർവേഷാം ച പുരാണാനാം ഭൂഷണം മമ സമ്മതം സദസജ്ഞാനവിജ്ഞാനം ശ്രുതമാത്രേണ ജായത്തെ യേന ഭാഗവതേനേഹ തത്പഠാ ത്വം മഹാമതേ വടപത്രശയാനായ വിഷ്ണവേ ബാലരൂപിണേ കേനാസ്മി ബാലഭാവേന നിർമ്മിതോഹം ചിദാത്മനാ കിമർത്ഥം കേന ദ്രവ്യേണ കഥം ജാനാമി ചാഖിലം ഇത്യേവം ചിന്ത്യമാനായ മുകുന്ദായ മഹാത്മനെ ശ്ലോകാർത്ഥേന തഥാ പ്രോക്തം ഭഗവത്യാഖിലാർത്ഥദം സർവം ഖല്വിതമേവാഹം നാന്യദസ്തി സനാതനം തദ്വചോ വിഷ്ണുനാ പൂർവം സംവിജ്ഞാതം മനസ്യപി കേനോക്താവാഗിയം സത്യാ ചിന്തയാമാസ ചേതസാ കഥം വേത്നി പ്രവക്താരം സ്ത്രീ പുംസൗ വാ നപുംസകം ഇതി ചിന്താപ്രപന്നേന ധൃതം ഭാഗവതം ഹൃദി പുനഃ പുനഃ കൃതോച്ചാരസ്തസ്മിന്നേവാസ്തചേതസാ വടപത്രേ ശയാനസന്നഭൂച്ചിന്താസമന്വിതാ തദാ ശാന്താ ഭഗവതി പ്രാദുരാസ ചതുർഭുജാ ശംഖചക്രഗദാ പത്മവരായുധധരാ ശിവാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ
മഹാദേവ്യൈ നമഃ. ദിവ്യാംബരധരാ ദേവി ദിവ്യഭൂഷണഭൂഷിത സംയുത സദൃശീഭിശ്ച സഖീഭിഃ സ്വവിഭൂതിഭിः പ്രാദുർബഭൂവ തസ്യാഗ്രേ വിഷ്ണോരമിതതേജസാ മന്ദഹാസ്യം പ്രയുഞ്ജാന മഹാലക്ഷ്മീ ശുഭാനനാ. സൂത ഉവാച താം തഥാ സംസ്ഥിതാം ദൃഷ്ട്വാ ഹൃദയേ കമലേക്ഷണാ വിസ്മിത സലിലേ തസ്മിൻ നിരാധാരാം മനോരമാം രതിർഭൂതിസ്തഥാ ബുദ്ധിർമതി കീർത്തിസ്മൃതിർധൃതി ശ്രദ്ധാ മേധാ സ്വധാ സ്വാഹ ക്ഷുധാ നിദ്രാ ദയാഗതി തുഷ്ടി പുഷ്ടി ക്ഷമാ ലജ്ജാ ജൃംഭാ തന്ദ്ര ച ശക്തയാ സംസ്ഥിതാ സർവത പാർശ്വേ മഹാദേവ്യോ പൃഥക് പൃഥക് വരായുധധരാ സർവ നാനാഭരണഭൂഷിത മന്ദാരമാലാകുലിത മുക്താഹാരവിരാജിത താം ദൃഷ്ട്വാ താശ്ച സംവീക്ഷ്യ തസ്മിന്നേകാർണവേ ജലേ വിസ്മയാവിഷ്ടഹൃദയ സംബഭൂവ ജനാർദ്ദന. ചിന്തയാമാസ സർവാത്മാ ദൃഷ്ടമായോതി വിസ്മിത കുതോ ഭവാ സ്ത്രിയഃ സർവാ കുതോഹം വടതൽപഗ. അസ്മിൻ ഏകാർണവേ ഘോരേ ന്യഗ്രോധ കഥമുദ്ധിത കേനാഹം സ്ഥാപിതോസ്മ്യത്ര ശിശും കൃത്വാ ശുഭാകൃതിം. മമേയം ജനനീ നോവാ മായാവാ കാപി ദുർഘടാ ദർശനം കേനചിത് വദ്യ ദത്തം വാ കേന ഹേതുനാ. കിം മയാ ചാത്ര വക്തവ്യം ഗന്ധവ്യം വാ ന വാ ക്വചിൽ മൗനമാസ്ഥായ തിഷ്ഠേയം ബാലഭാവാദതന്ത്രിത. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ പഞ്ചദശോധ്യായ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ഭാഷാഗാനമായി, മലയാള തർജ്ജമയായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുകയാണ്. ഇന്ന് പ്രഥമസ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 47 മുതൽ 67 കൂടിയുള്ള ശ്ലോകങ്ങൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഞാൻ രചിച്ച ഭാഗവതം മകനെ നീ പഠിക്കുക. ജ്ഞാനമേറും വേദതുല്യ പുരാണമല്ലോ. 12 സ്കന്ധങ്ങളുള്ള 5 ലക്ഷണങ്ങളുള്ള പുരാണഭൂഷണം ഇതു എന്നഭിപ്രായം. സദസദജ്ഞാന വിജ്ഞാനം സ്ഥൂലമായി സൂക്ഷ്മമായി ഭാഗവത ശ്രവണത്താൽ ലഭിച്ചിടുന്നു. ചിദാത്മാവായ ആരാണു എന്നെ സൃഷ്ടിച്ചതെന്നുള്ള ചിന്തയോടെ വടപത്രം തന്നിൽ വാഴുന്ന ചിദാനന്ദ സ്വരൂപനാം ബാലഭാവത്തിലുള്ളതാം ചിൽപുരുഷനായിടുന്ന വിഷ്ണുവിനോടായി എന്തിനാണു സൃഷ്ടിച്ചത്, എന്തുകൊണ്ടാണ് എൻ്റെ സൃഷ്ടി, ഇങ്ങനെ ഞാൻ ഇക്കാര്യങ്ങൾ അറിയുമെന്നും
എങ്ങനെ ഞാൻ ഇക്കാര്യങ്ങൾ അറിയുമെന്നും. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ചിന്തിക്കവേ ശ്ലോകാർത്ഥത്താൽ ഭഗവതി പറഞ്ഞല്ലോ, ഇക്കാണുന്നതെല്ലാം ഞാൻ നിത്യം മറ്റൊന്നില്ല. അപൂർവമാം ഈ വാക്കുകൾ വിഷ്ണുവിൽ നിറഞ്ഞു ചിത്രം. ആരാണിതു ഉച്ചരിച്ചു വിഷ്ണു ചിന്തിച്ചു. സ്ത്രീയോ പുരുഷനോ നപുംസകമോ എന്നോർത്തിരിക്കെ മനതാരിൽ ഭഗവൽ സ്മരണ ഉണർന്നു. കേട്ടവാണി വീണ്ടും വീണ്ടും ഉച്ചരിച്ചുവതിനാലെ ഏകാഗ്രമായി മനം ചിന്താ നിമഗ്നമായി. ശംഖചക്ര ഗദാ പത്മം ദിവ്യമായ ആയുധവും ശിവയായ ശാന്തമൂർത്തി പ്രത്യക്ഷയായി. ദിവ്യമായ വസ്ത്രം, ദിവ്യ ആഭരണം, ഭൂഷണങ്ങൾ, ദിവ്യ സഖി വൃന്ദത്തോടും ദേവി മിന്നിനാൻ. മഹിതമാം തേജസ്സുള്ള വിഷ്ണുവിന്റെ മുന്നിലായി മന്ദഹാസം തൂകി ലക്ഷ്മി പ്രത്യക്ഷയായി. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആഴിപ്പരപ്പിലായി നിൽക്കും സുന്ദരിയെ കണ്ട നേരം അംബുജക്ഷണനാം വിഷ്ണു വിസ്മിതനായി. രതിഭൂതി, ബുദ്ധിമതി, കീർത്തി, സ്മൃതി, ധൃതി, ശ്രദ്ധ, മേധാസ്വധ, സ്വാഹാക്ഷുധ, നിദ്രാദയയും ഗതി, തുഷ്ടി, പുഷ്ടി, ക്ഷമ, ലജ്ജാജൃംഭ, തന്ത്ര എന്നീ ശക്തികളോ ദേവിയോടു ചേർന്നു നിൽക്കുന്നു. സർവരും വിശേഷമായ ആയുധവും വസ്ത്രങ്ങളും മന്ദാരമുത്തുമാലകൾ ധരിച്ചിരുന്നു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആഴിപ്പരപ്പിലായി ദേവി ഒപ്പം സർവശക്തികളും അദ്ഭുത പരതന്ത്രനായി ശ്രീ മഹാവിഷ്ണു. മായാദർശനത്തിനാലെ വിഷ്ണു വിസ്മിതനായി മാറി. മാലിനിമാർ ഞാനും ഉണ്ടായതെങ്ങിനെ താൻ. ഘോരമാകും ആഴി തന്നിൽ പേരാലെങ്ങിനെയുണ്ടായി. ആലിലക്കണ്ണനായി ഞാനും എങ്ങിനെ വന്നു. ഇവരെന്റെ അമ്മയാണോ ദുർഘടമായയാണോ? എനിക്കു ദർശനം കിട്ടാൻ കാരണമെന്ത്? ഞാൻ എന്താണു ചൊല്ലേണ്ടത്? ഇവിടെ നിന്നും പോയാലോ ശിശുവിനെ പോലെ മൗനമായി കിടക്കാം. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.
സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ലോകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മളിതാ 81-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ 15-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം മുതൽ ആണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി സമർപ്പിച്ചതും. ശ്രീശുകൻ സന്യാസത്തിലേക്ക് കടക്കുകയാണ്. ആ ഒരു ആശ്രമത്തിലേക്കാണ് തൻ്റെ മനസ്സു ചേർത്ത് വച്ചേക്കണത് എന്ന് മനസ്സിലാക്കിയ വേദവ്യാസൻ ശ്രീശുകനോട് ദേവീഭാഗവതം പഠിക്കാനായിട്ട് ഉപദേശിക്കുകയാണ്. പഠപുത്ര മഹാഭാഗ മയാ ഭാഗവതം കൃതം ശുഭം ന ചാതിവിസ്തീർണം പുരാണം ബ്രഹ്മസംഹിതം. ഹേ മഹാഭാഗ, മഹാഭാഗ്യവാനായിരിക്കുന്ന ഉണ്ണി, നീയ് ഞാൻ രചിച്ച മയാ ഭാഗവതം, മയാകൃതം ഭാഗവതം, ഞാൻ രചിച്ച ഭാഗവതത്തെ പഠിക്കൂ. അത്യന്തം വിസ്തൃതമല്ല, വേദതുല്യവുമാണ്, ശുഭവുമാണ് ഈ പുരാണം. ന ചാതിവിസ്തീർണം പുരാണം ശുഭം ബ്രഹ്മസംഹിതം. അപ്പോൾ വേദതുല്യമായിരിക്കുന്ന ആ പുരാണത്തെ പഠിക്കൂ. അതിൽ എങ്ങനെയാണ്? സ്കന്ധ ദ്വാദശ തത്രൈവ, അതിൽ 12 സ്കന്ധങ്ങളിലായി പഞ്ചലക്ഷണ സംയുതം, 5 ലക്ഷണങ്ങളോട് കൂടിയതാണ്. അപ്പോൾ മറ്റു പുരാണങ്ങൾക്കൊക്കെ ഇത് ഭൂഷണമാണ്, അലങ്കാരമാണ് ഈ പുരാണം, ഈ ദേവീഭാഗവതം എന്ന് എൻ്റെ അഭിപ്രായം. സർവേഷാം ച പുരാണാനാം ഭൂഷണം മമ സമ്മതം. സദസജ്ഞാന വിജ്ഞാനം, സത്ത് അസത്ത് ഇതിനെക്കുറിച്ചുള്ള വിജ്ഞാനം, അത് സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള അറിവുണ്ട്. അത് ശ്രുതമാത്രേണ ജായതേ, ഈ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ തന്നെ അതുണ്ടാവുന്നു. യേന ഭാഗവതേനേഹ തൽപഠത്വം മഹാമതേ. അതുകൊണ്ട് ഹേ മഹാമതിയായിരിക്കുന്ന, ബുദ്ധിമാനായിരിക്കുന്ന ശ്രീശുക, നീയ് ഈ ഭാഗവതത്തെ പഠിക്കൂ. എന്നിട്ട് പറയുകയാണ്, വടഭത്രശയാനായ വിഷ്ണവേ ബാലരൂപിണേ കേനാസ്മി ബാലഭാവേന നിർമ്മിതോഹം ചിദാത്മന. ചിദാത്മാവായിരിക്കുന്ന ആരാണ് എന്നെ ഈ ബാലഭാവത്തിലേക്ക് ആക്കിയത് എന്ന് ചിന്തിച്ചും കൊണ്ട് വടപത്രത്തിൽ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം. ഇങ്ങനെ കിടക്കുന്ന ആ ആലില കൃഷ്ണൻ, ആലില കണ്ണൻ ഇങ്ങനെ വിചാരിക്കുകയാണ് വിഷ്ണുവിനോട്. ഇങ്ങനെയുള്ള വിഷ്ണുവിനോട് കിമർത്ഥം കേനദ്രവ്യേണ കഥം ജാനാമി ചാഖിലം ഇത്യേവം ചിന്ത്യമാനായ മുകുന്ദായ മഹാത്മനെ. എന്തിനാണ് സൃഷ്ടിച്ചത്, എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്, ഇതൊക്കെ എങ്ങനെ എനിക്ക് അറിയാൻ സാധിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിഷ്ണുവിനോട് അല്ലെങ്കിൽ മുകുന്ദനോട് ശ്ലോകാർത്ഥേന തഥാ പ്രോക്തം, ഒരു ശ്ലോകത്തിന്റെ പകുതി കൊണ്ട് പരാശക്തിയായ ഭഗവതി അതിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്താ ശ്ലോകാർത്ഥം? സർവം ഖല്യുതമേവാഹം നാന്യദസ്തി സനാതനം. ഇതാണ് ശ്ലോകാർത്ഥം എന്ന് പറയുന്നത്. ഈ കാണുന്നത് മുഴുവൻ സർവവും ഞാൻ തന്നെയാണ്. ഖല്യുതമേവാഹം, ഞാൻ മാത്രമാണ്. നാന്യദസ്തി, വേറൊന്നും, ആ സനാതനമായിട്ട് വേറെ ഒന്നും തന്നെയില്ല. നിത്യസത്യം ഞാൻ മാത്രമാണ്. തദ്വചോ വിഷ്ണുനാ പൂർവം സംവിജ്ഞാതം മനസ്യപി കേനോക്താവാഗിയം സത്യ ചിന്തയാമാസ ചേതസ. അപൂർവമായ ആ വാക്കുകൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ ശരിക്കു പതിഞ്ഞു എന്നാണ്. സത്യമായ വാക്ക് ഇത് ഉച്ചരിച്ചത് ആരാവും
ആ സത്യസ്വരൂപിണി തന്നെയാവുമോ? കഥം വേദ്മി പ്രവക്താരം സ്ത്രീ പുംസൗ വാ നപുംസകം. ഇങ്ങനെ ഉച്ചരിച്ചത് ആരാണ്? എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ? ഇത് ചിന്താപ്രപന്നേന ധൃതം ഭാഗവതം ഹൃദി. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഭാഗവത സ്മരണയുണ്ടായി. ശ്ലോകാർത്ഥം കേട്ടു നേരത്തെ ഇല്ലേ? സർവം ഖല്യുതമേവാഹം നാന്യതസ്തി സനാതനം. ശ്ലോകാർത്ഥത്തെ വീണ്ടും 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 ഉച്ചരിച്ചു. അതുകൊണ്ട് മനസ്സ് ഏകാഗ്രമായി. ഭഗവാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈശ്വരി മാത്രമേ ഉള്ളൂ എന്ന ചിന്തയെ പലവുരു ചൊല്ലി മനസ്സ് ശാന്തമായി, ഏകാഗ്രമായി. ഇങ്ങനെ വടപത്രേ ശയാനഹ സന്നഭൂ ചിന്താസമന്വിത. അദ്ദേഹം ആ ചിന്താനിമുക്തനായിട്ട് മാറി. ആരാ? ഈ ബാലഭാവത്തിലുള്ള ഭഗവത് ചൈതന്യം. എന്നിട്ടോ അപ്പോ ആ ചിന്താഗ്രസ്തനായിട്ടിരിക്കണു, ഭഗവതിയെ ഏകാന്തമായി ആശ്രയിക്കണു. ഈ സമയത്ത് തഥാ ശാന്താ ഭഗവതി പ്രാദുരാസ ചതുർഭുജ ശംഖചക്ര ഗദാപത്മവരായുധധരാ ശിവ. ശംഖ്, ചക്രം, ഗദ, പത്മം, വരായുധ, ശ്രേഷ്ഠമായിട്ടുള്ള ആയുധങ്ങൾ ഇങ്ങനെയൊക്കെ ധരിച്ച് ചതുർഭുജയായി ശിവയായി മംഗളസ്വരൂപിണിയായി ശാന്തയായ ആ ഭഗവതി അവിടെ പ്രാദുരാസ, അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദിവ്യാംബരധരാ ദേവി ദിവ്യഭൂഷണഭൂഷിത സംയുത സദൃശീഭിശ്ച സഖീഭി സ്വവിഭൂതിഭി. ദിവ്യവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദിവ്യമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ച് ആ ദേവി തൻ്റെ വിഭൂതികൾ എന്ന് തോന്നുന്ന തന്നെ പോലെ തന്നെ ഇരിക്കുന്ന ആ സഖിമാരോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ദേവി പ്രാദുർബഭൂവ തസ്യാഗ്രേ വിഷ്ണോരമിത തേജസ മന്ദഹാസ്യം പ്രയുഞ്ജാന മഹാലക്ഷ്മി ശുഭാനന. ആ മഹാലക്ഷ്മി പുഞ്ചിരിച്ചും കൊണ്ട് ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അമിത തേജസ്വിയായിരിക്കുന്ന വിഷ്ണുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സുതം പറയാണ്, താം തഥാ സംസ്ഥിതാം ദൃഷ്ട്വാ ഹൃദയേ കമലേക്ഷണഃ വിസ്മിത സലിലേ തസ്മിൻ നിരാധാരാം മനോരമാം. ആ ആഴിപ്പരപ്പിൽ നിരാധാരയായി നിൽക്കുന്ന ആ സുന്ദരമായിരിക്കുന്ന ദേവിയുടെ രൂപം കണ്ടപ്പോൾ താമരക്കണ്ണനായിരിക്കുന്ന വിഷ്ണുവിന് മനസ്സിൽ വലിയ വിസ്മയമുണ്ടായി എന്ന് പറയുന്നു. ഇവിടെ ദേവിയുടെ കൂടെയുള്ള സഖികൾ രതി, ഭൂതി, ബുദ്ധി, മതി, കീർത്തി, സ്മൃതി, ധൃതി, ശ്രദ്ധ, മേധ, സ്വധ, സ്വാഹ, ക്ഷുധ, നിദ്ര, ദയ, ഗതി, തുഷ്ടി, പുഷ്ടി, ക്ഷമ, ലജ്ജ, ജൃംഭ, തന്ദ്ര, ഇങ്ങനെ 21 ശക്തികൾ ഈ മഹാശക്തി സ്വരൂപിണിയായ മഹാദേവിയുടെ പാർശ്വഭാഗത്ത് പ്രത്യേകം നിന്നു. എന്നിട്ടോ അവരൊക്കെ വരായുധധര, ശ്രേഷ്ഠമായ ആയുധങ്ങൾ ധരിച്ചവരാണ്. എല്ലാവരും നാനാഭൂഷണഭൂഷിത, വളരെ വിശേഷമായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. മന്ദാരമാല ആകുലിത, മന്ദാരമാലകൾ, മുക്താഹാര വിരാജിത, മന്ദാരം കൊണ്ടുള്ള മാലയും മുത്തുമാലയും ഒക്കെ ചാർത്തിയിരിക്കുന്നു. താം ദൃഷ്ടുവ, അവരെ കണ്ടട്ടോ. താശ്ച സംവീക്ഷ്യ, അപ്പോൾ ആ ആഴിപ്പരപ്പിൽ ദേവിയെയും ശക്തികളെയും കണ്ടിട്ട് തസ്മിൻ ഏകാർണവേ ജലേ വിസ്മയാവിഷ്ടഹൃദയ സംബഭൂവ ജനാർദ്ദന. വല്ലാത്ത വിസ്മയം തോന്നി ജനാർദ്ദന്, ഈ വിഷ്ണുവിന് എന്ന് പറയുന്നു. ചിന്തയാമാസ സർവാത്മാ ദൃഷ്ടമായോതി വിസ്മിത കുതോ ഭവ സ്ത്രീയ സർവ കുതോഹം വടതൽപക. അദ്ദേഹം ആലോചിച്ചു. സർവാത്മാവായ അദ്ദേഹം ആ വിഷ്ണു മായാദർശനം കൊണ്ട് വിസ്മയിച്ചിട്ട് പറയുകയാണ്, എവിടെ നിന്നാണ് ഈ സ്ത്രീകളൊക്കെ ഉണ്ടായത്? ആലിലയിൽ കിടക്കുന്ന ഞാൻ എവിടെ നിന്നുണ്ടായി? അസ്മിൻ ഏകാർണവേ ഘോരേ നിഗ്രോധ കഥമുദ്ധിത. ഈ ഘോരമായ ആഴിപ്പരപ്പിൽ എങ്ങനെയാണ് ഒരു വടവൃക്ഷം പേരാലുണ്ടായത്? കേനാഹം സ്ഥാപിതോസ്മ്യത്ര ശിശും കൃത്വ ശുഭാകൃതിം. ശുഭകരമായിരിക്കുന്ന മംഗളകരമായിരിക്കുന്ന കോമളമായ ഒരു ശിശു എങ്ങനെ ഉണ്ടായി? എന്നെ ഈ രീതിയിൽ ഇവിടെ ആലിലയിൽ കൊണ്ടുവച്ചത് ആരാണ്?
മമയേം ജനനീ നോവ മായാവാ ക്വാപി കാപി ദുർഘട. എൻ്റെ മാതാവാണോ, എൻ്റെ അമ്മയാണോ, അല്ലെങ്കിൽ സങ്കല്പിക്കാൻ സാധിക്കാത്ത മായയാണോ? എനിക്ക് ആരാണ് ഈ ദർശനം തന്നത്? എന്താണതിന് കാരണം? കേനഹേതുന, എന്താണതിന് കാരണം? കിം മയാ ചാത്ര വക്തവ്യം ഗന്ധവ്യം വാ ന വാ ക്വചിൽ മൗനമാസ്ഥായ തിഷ്ഠേയം ബാലഭാവാദന്ദ്രിത. ഞാൻ എന്താണ് പറയേണ്ടത്? കിമ്മയാ ചാത്ര വക്തവ്യം ഗന്ധവ്യം വാ ന വാ ക്വചിൽ. എങ്ങോട്ടെങ്കിലും പോയാലോ? വേണ്ട. മൗനമാസ്ഥായ തിഷ്ഠേയം, മൗനിയായിട്ട് ഇവിടെ കിടക്കാം, ഒട്ടും മടിക്കാതെ, ഒരു ശിശുവിനെ പോലെ. ബാലഭാവാദന്ദ്രിത എന്ന് പറയുന്ന ആ 67ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ആ 15ാമത്തെ അധ്യായം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിതനൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ
അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.